ഇരിങ്ങാലക്കുട ഇടക്കുളത്ത് പേരക്കുട്ടി മുത്തച്ഛനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. എടക്കുളം സ്വദേശി കേശവനെയാണ് പേരക്കുട്ടി ശ്രീകുമാർ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. വീട്ടിലെ വളർത്തുപൂച്ചയെ കാണാത്തതിന്റെ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. തലയ്ക്കും കൈക്കും കാലിനും പരിക്കേറ്റ കേശവനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതി ശ്രീകുമാർ വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണെന്നും ലഹരിക്കടിമയെന്നും പോലീസ്. തിരുവനന്തപുരത്ത് വീട് വാടകയ്ക്കെടുത്ത് ചാരായം വാറ്റി വിൽപ്പന നടത്തിയാൽ പിടിയിൽ. പാപ്പനംകോട് സ്വദേശി ഹരികുമാറിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. പ്രതിയുടെ വീട്ടിൽ നിന്നും 540 ലിറ്റർ കോടയും 20 ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തു. മലപ്പുറം വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. ഇടുക്കി പീരുമേട് താലൂക്കിലെ തേയിലത്തോട്ടങ്ങളിലെ ലയങ്ങളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിനെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി INTUC. പോപ്സ് എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളികൾക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും ഉടൻ നൽകണമെന്ന ആവശ്യം. മലപ്പുറം മൂർക്കടവ് പുഴയിലേക്ക് ചാടിയ അബ്ദുൽ ജലീലിനായി തിരച്ചിൽ തുടരുന്നു. തിരച്ചിലിനായി ചാലിയാർ റെഗുലേറ്റർ ബ്രിഡ്ജിന്റെ ഷട്ടർ അടച്ചിട്ടു. ജീവനൊടുക്കുമെന്നറിയിച്ച് ബന്ധുക്കൾക്ക് സന്ദേശം അയച്ചതായി മകൻ വ്യക്തമാക്കി. അബ്ദുൽ ജലീലിന്റെ പേഴ്സും ഫോണും ചെരുപ്പും പുഴയ്ക്ക് സമീപത്തുനിന്ന് കണ്ടെത്തി. കൊല്ലം കരുനാഗപ്പള്ളിയിൽ 15 ലിറ്റർ വാറ്റുചാരായവും 210 ലിറ്റർ കോടയും പിടികൂടിയത് തെരഞ്ഞെടുപ്പ് ഫല പ്രഖ്യാപന ദിവസം വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ചാരായം. സംഭവത്തിൽ കുഴിത്തുറമുറിയിൽ സ്വദേശി സതീഷിനെതിരെ കേസ്.